ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് എൻ്റെ സാപ്റ്റൻസിൻ്റെ ബർത്ത്ഡേ ആണ്. വീഡിയോ കുറേ ഡിലേ ആയിപ്പോയി അപ്ലോഡ് ചെയ്യാൻ. മെയ് 26 ആണ് ബർത്ത്ഡേ. അപ്പം ലോ ബഡ്ജറ്റിൽ ഒരു ബർത്ത്ഡേ തീമാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഗേസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബർത്ത്ഡേ ഡെക്കറേഷൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ചിലവേറിയതാണെന്ന്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റിൽ നമുക്കൊരു സ്റ്റൈലിഷ് ബർത്ത്ഡേ തീംസാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ റെസ്റ്റോറൻറ്റ് പോയിട്ട് അല്ലെങ്കിൽ ബീച്ച് സൈഡ് പോയി ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല മഴയായിരുന്നു. പിന്നെ ഒരു ഫോട്ടോ എന്തായാലും എടുക്കണം, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഫോട്ടോ വേണം ബർത്ത്ഡേയിൽ. അങ്ങനെ പെട്ടെന്നൊരു ഐഡിയ വന്നതാണ്. അങ്ങനെ നമ്മൾ കുറേ റീൽസിലെല്ലാം കാണുന്നില്ലേ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഒരു 3 ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു 3ൻ്റെ ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഗേസ്, ഞാൻ 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിൽ. പക്ഷെ എന്തോ കാരണത്താൽ അത് റിട്ടേൺ ആയിപ്പോയി. പിന്നെ എനിക്ക് ടൈമും ഇല്ല. അങ്ങനെ ഞാൻ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി. പക്ഷെ എല്ലായിടത്തും ഗോൾഡൻ കളറും സിൽവറായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ സൂപ്പറുണ്ട് കാണാനും. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ നമ്മൾ ഒരു 3 സെലക്ട് ആയതിനു ശേഷം ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്യണം കേട്ടോ. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇതിന് വേറെ ഐതിഹ്യം. കേക്കാണ് അവർ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കേക്കാണ് അവർക്ക്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ കേക്ക് ഇങ്ങനെ ബർത്ത്ഡേക്ക് പോസ് ചെയ്യുന്നു. പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. നമ്മൾ പറയുന്ന 2 ആളായതുകൊണ്ട് ഒരാളൊരു മോഡലിലേക്കും ഒരാളൊരു മോഡലിലേക്കും. എന്നാലും അത്യാവശ്യം ഫോട്ടോ കിട്ടിയിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. കേക്ക് കട്ടാക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ ഒന്ന് സ്പീഡാക്കി. ഇനി നമുക്ക് 3 എഴുതിയ ശേഷം അത് നല്ല രീതിയിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ 3 റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ കേക്ക് എന്ന് പറയുന്നത് ഞാൻ ടീറക്സ് തീമിൽ ബർത്ത്ഡേ കേക്ക് ഒരുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്ന് പറഞ്ഞാൽ തിരക്ക് കാരണം ഞാൻ മെസ്സേജ് അയച്ച് ബർത്ത്ഡേ കേക്ക് വേണമെന്ന് മാത്രമാണ് അവർക്ക് മെസ്സേജ് അയച്ചത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഞാൻ ടീറക്സിൻ്റെ ടീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ്. പിന്നെ കേക്ക് വേണ്ട അന്ന് രാവിലെ കാണുന്നതാണ്. രാവിലെ എന്നല്ല, ആ കേക്ക് റെഡിയായോ എന്ന് ജസ്റ്റ് ചോദിക്കുമ്പോൾ ആണ് കാണുന്നത്. എന്ത് തീമൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ടെൻഷനായില്ല. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ എനിക്ക് 1 മണിക്കൂറിനുള്ള അടിപൊളി ടേസ്റ്റി കേക്ക് റെഡിയാക്കി തന്ന്. ഞാൻ സ്ഥിരം വാങ്ങുന്നൊരു ഹോം മെയ്ഡ് ബേക്കാണിത്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് കേക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ലോ ബഡ്ജറ്റിൽ നമുക്ക് കേക്ക് റെഡിയാക്കി തരും. അവരുടെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് ഒന്ന് കാണാം. ഇതാണ് ഔട്ട്ഫിറ്റ്. നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ഉണ്ട് കാണാൻ. ഇത് സിസ്റ്റർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത്. അവൾ ടെമൂന്നാണ് ഓർഡർ ചെയ്തത്. നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒട്ടും ഡൗട്ട് വേണ്ട. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഞാൻ ടമ്മൂൻ്റെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. കാരണം നല്ല ക്വാളിറ്റിയിലെ ഡ്രസ്സാണ് അതിലില്ല. ചിലതെല്ലാം ഫ്ലോപ്പാകും. കാരണം നമ്മൾ ഫീഡ്ബാക്ക് നല്ല രീതിയിൽ അതിൽ റിവ്യൂ നോക്കിയെടുത്താൽ ഒരിക്കലും ഫ്ലോപ്പായില്ല ഏത് ഓൺലൈൻ സ്റ്റോറിലും. അവർ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. കാരണം കേക്ക് കട്ട് ചെയ്യാൻ. അങ്ങനെ കുറച്ച് ഫോട്ടോസെല്ലാം ഇതിൽ ആഡ് ആക്കുന്നുണ്ട്.
പിന്നെ ഗൈസ് ഈ വീഡിയോൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരുക്കിയതാണ്. ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഈ ബർത്ത്ഡേ തീം നല്ല അടിപൊളിയാണ്. ഈ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അടിവശം കട്ട് ചെയ്ത ശേഷം അതിലേക്ക് മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നതാണ്. കുറേ റീൽസിലെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇത്രത്തോളം വർക്കൗട്ടാന്ന് ഞാൻ വിചാരിച്ചില്ല. അതേപോലെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ചിരുന്നു. 3 അതുപോലെ 3 കട്ടാക്കിയ ശേഷം മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചാൽ മതി. അതുപോലെ നല്ല ഇരുട്ടിൽ നല്ല അടിപൊളി നിഴലട വരുന്ന് കുട്ടികൾ നല്ല എൻജോയ് ആണ്. കാരണം അവർ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. നല്ല അടിപൊളി ഐഡിയ ആണ്. ലോ ബഡ്ജറ്റേ വേണ്ട, നമുക്ക് 0 ബഡ്ജറ്റിൽ ഇത് റെഡിയാക്കാം.